മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. ടീം മെമ്പേഴ്സിന്റെ ഒരു അനിയൻ ബാവ ചേട്ടൻ ബാവ വേർഷന്റെ ഒരു റീക്രിയേഷൻ ആണ്. ഇതിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, സ്കിറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള കുറെ പെർഫോമൻസ് ആണ് ഇതിൽ പെർഫോം ചെയ്യാനായിട്ട് എത്തണേ. അപ്പൊ ഇതിൽ നമ്മുടെ ആ ഒരു സ്റ്റാർട്ട് മാജിക് പോർഷൻ സൂപ്പർ പവറിൽ കാണല്ലേ. എൻജോയ്. ശരിയാടാ ഇത് രണ്ട് കല്യാണം. അനിയൻ ബാവ പറയുന്ന മാളുവിന്റെ കാര്യം, ചേട്ടൻ ബാവ പറയുന്ന അമ്മൂന്റെ കാര്യമാടാ. രണ്ടുപേരും കൂടി കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സംഗതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല. മഴവിൽ പൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. മഴവിൽ പൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. എൻ മാറിൽ നീ ഏതോ സംഗീതം. മുത്തം പെയ്യാൻ വാ, കഥ ചൊല്ലാൻ വാ, മധുമന്ദാരം ഇനി നീയല്ലയോ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. കേട്ടില്ലേ? ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ ഇപ്പോഴാ? എടാ പോത്തെ, ഈ വിവരം നമ്മൾ വഴി അനിയമ്പാവേം ചേട്ടമ്പുഴ അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കോ? നമ്മൾ പറയണ്ട, പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്, വാ. കളമൊഴി കന്നി മണ്ണിൽ കളമെഴുതിടുമ്പോൾ പുതുമഴ പാടങ്ങളിൽ പുളകം വീണു. കളമൊഴി കന്നി മണ്ണിൽ കളമെഴുതിടുമ്പോൾ പുതുമഴ പാടങ്ങളിൽ പുളകം വീണു. സഖിയായി സന്ധ്യകളിൽ നീ വാ, വിഴിയാൻ പുൽകിയ നീ പിന്നെ എഴുതി അനുരാഗം വിണ്ണിൽ. മുത്തം പെയ്യാൻ വാ, കഥ ചൊല്ലാൻ വാ, മധുമന്ദാരം ഇനി നീയല്ലയോ. നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്താടാ നിന്റെ നാറിറങ്ങിപ്പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ വാ തുറന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതുമുണ്ട്. നീ ആണാണെങ്കിൽ ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു. താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും. എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്കെ പറയടാ. ഉറക്കെ പറഞ്ഞ എന്താടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെ ഞാൻ കിട്ടും. അതെ എന്റെ സൗകര്യ. നീ ആരടാ അതൊക്കെ ചോദിക്കാൻ? മഴവിൽ പൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. മഴവിൽ പൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. എൻ മാറിൽ നീ ഏതോ സംഗീതം. മുത്തം പെയ്യാൻ വാ, കഥ ചൊല്ലാൻ വാ, മധുമന്ദാരം ഇനി നീയല്ലയോ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാലാടാൻ വാ. എടോ ഈ അമ്മൂനെ മാളുവയുടെ ഞാൻ ഒരുമിച്ച് എങ്ങനെ മാനേജ് ചെയ്യും? പ്രേമചന്ദ്ര, എടാ വൃത്തികെട്ടവനെ, എല്ലാം ഞങ്ങൾ പിടിച്ചടാ. നിന്നെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ഈ ടേപ്പ് റെക്കോർഡിനകത്ത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ട്. എടാ ഇത് കൊണ്ടുപോയി ചേട്ടമ്പാവനെയും അനിയബാവനെയും കേൾപ്പിച്ചു കഴിഞ്ഞാലോ ആ നിമിഷം നീ വീടിന് പുറത്താ. നിനക്കറിയാമോ
അവരുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനടാ ഈ ഞാൻ. ആന്ധ്ര ഉപ്പും ചോറ് മാത്രമായി പോയത്. ഉപ്പും ചോറും മാത്രമേ കൊടുക്കൂ, കറി കൊടുക്കാറില്ല. കറി കൊടുത്താ വലിച്ചു വാരി തിന്നുവന്നേ പിന്നെ ഞങ്ങൾക്ക് പോലും കിട്ടൂല. സുന്ദര, എടാ നീ എന്നെ അങ്ങനെ സുഖിപ്പിക്കൊന്നും വേണ്ടടാ. ഞാൻ സുന്ദരനാണെന്ന് ഇവിടെയുള്ള എല്ലാ ഇടക്കളവകളുടെ അടുത്തും പരക്കെ ഒരു കരകമ്പി ഉണ്ട്. നീ അത് എപ്പോഴും എടുത്ത് പറയണ്ട. ഞാൻ സുന്ദരനാ. എന്നെ സുന്ദരാന്ന് വിളിച്ചാൽ അത് ആരാ നിനക്ക് സുന്ദരാന്ന് പേരിട്ടത്? അച്ഛൻ. അച്ഛന് വല്ല കുഴപ്പമുണ്ടോ? ഒരസുഖവും ഇല്ല. 2 കണ്ണിന് തിമിരവും പിന്നെ സന്ധ്യ ആവുന്നൊരു തന്തിക്കുറുക്കും. ഋത്തിക്കോഷൻ ഇടാത്ത ഭാഗ്യം. എടാ എന്റെ അമ്മക്കുട്ടിയെ കയ്യും കാലും കാണിച്ച് നീ തട്ടിയെടുത്തവല്ലടാ. നീ തട്ടിയെടുത്തവല്ലേ നീ? അതെ, അമ്മുക്കുട്ടിയെ പണ്ട് ഞാനും കൈയും കാലൊക്കെ പൊക്കി കാണിച്ചിട്ടുണ്ട്. അതെപ്പോഴായിരുന്നു കാണിച്ചത്? സന്ധ്യക്ക്. എന്റെ കൈ നോക്കട്ടാ. പച്ച വെട്ടത്തിൽ കാണിച്ചിട്ട് കാണാൻ വയ്യ, പിന്നീട് സന്ധ്യക്ക് കൊണ്ട് കൈ നോക്കി കാണിച്ചിട്ട് എവിടെ ഈ കൈ കണ്ടില്ലാലും കുഴപ്പമില്ല, എന്റെ കാല് കണ്ടു കാണും. അത് കുഴപ്പമില്ല. ചെറിയ ചേമ്പുണ്ടല്ലോ പറിച്ചു വെച്ചാന്ന് അവള് കരുതി കാണും. നിന്റെ ഭാഗ്യം അവള് ചേമ്പും കണങ്ങാന്ന് പറഞ്ഞ് നിന്റെ വിരലൊടിച്ച് കൂട്ടാൻ വെക്കാതിരുന്നത്. നിനക്കൊരു കാര്യം അറിയാമോ? എന്റെ അമ്മ കുട്ടിക്കാലത്ത് ആമ്പൽ വേണമെന്ന് വാശി പിടിച്ച് കരയുമോ? കുട്ടിക്കാലത്ത് ആമ്പല അല്ലടാ, കുട്ടിക്കാലത്ത് OPR വേണമെന്ന് വല്ല പെണ്ണെന്ന് പറയുന്നു. എന്നാ വർത്തമാനം പറഞ്ഞു പരിപാടി വിളിക്കാൻ വന്നേക്കാണ്. എടാ കുട്ടിക്കാലത്ത് ആമ്പൽ വേണമെന്ന് പറയുമ്പോ ഇത്ര ഉള്ള ചെളിക്കകത്ത് ഞാൻ ഇറങ്ങി നിന്ന് ഞാൻ ആമ്പൽ പറിച്ച് ഞാൻ അവക്ക് കൊടുക്കുമായിരുന്നു. അന്ന് എന്റെ ശരീരം നിറച്ച് ചെളിയുടെ മണം. ഉമ്മയല്ലടാ നീ പാടിയുന്ന കൗണ്ടർ മൊത്തം ചെളിയാവണത്. നല്ല മണമുണ്ട് കേട്ടോ. മണ്ണിന്റെ മണമുള്ള കൗണ്ടറിനെ ചെളി എന്ന് പറഞ്ഞ് നീ ആക്ഷേപിച്ച നിന്നെ നാടൻ പാട്ടുകാരെ കണ്ട് അടിപ്പിക്കും ഞാൻ. മത്തായി എന്ന് പറഞ്ഞ നാടൻ പാട്ടുകാരൻ എന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ പറയല്ലേ. നിനക്കൊരു കാര്യം അറിയാമോ? ഈ വലിയമ്മാവനും ചെറിയമ്മാവനും എന്റെ ദൈവങ്ങളടാ, ദൈവങ്ങൾ. ദൈവമല്ലടാ ദൈവം. പറഞ്ഞു പിടിയടാ, വാക്ക് പഠിക്കണം. ദൈവം അല്ല, അതെ സംഭവം അങ്ങനെ നല്ലത്. അതായത് ഈ പ്രേമകുമാർ ദൈവം എന്ന് പറയില്ല, പിന്നെ പുള്ളി ദൈവം എന്നേ പറയുള്ളൂ. ദൈവം അത് തല ഇങ്ങനെ വെട്ടിക്കും. ദൈവങ്ങളടാ ദൈവങ്ങൾ. സംശയം ഉണ്ടെങ്കിൽ നീ ആ സിനിമ എടുത്തു പോയി നോക്ക്, നിനക്ക് കാണാം. ഞാൻ കണ്ടുപോകാം. നിനക്കൊരു കാര്യം അറിയാം, എന്റെ പേഴ്സിനകത്ത് ഇപ്പോഴും അവരുടെ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കിടക്കാൻ നേരത്ത് ഞാൻ ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കും. എന്നിട്ട് അതിന് ഉമ്മ വെച്ചിട്ടാണ് ഞാൻ എന്നും കിടന്നുറങ്ങാറുള്ളൂ. അതാ പറഞ്ഞ അവരെനിക്ക് ദൈവങ്ങളാണ്. ഫോട്ടോ നോക്കട്ടെ. എന്നെ പരീക്ഷിക്കാൻ നോക്കരുത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കണ്ടോ, നിങ്ങൾ കാണും ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും പ്രശ്നം. അയ്യോ, ഫോട്ടോ മാറിപ്പോയി കേട്ടോ. ഫോട്ടോ മാറിപ്പോയതാ. ഞാനും എന്നും ഈ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചിട്ടാ കിടന്നുറങ്ങാറ്. അത് തന്നെയാണ് നീ ഇങ്ങനെ ക്ഷയിച്ച് കുടക്കമ്പി കണക്കിരിക്കുന്നത്. അമ്മാവാ, നീ എന്താ എപ്പോഴും അമ്മാവാന്ന് വിളിക്കുന്നത്? എടാ അതെന്റെ ഒരു ശൈല. ഞാൻ എന്റെ സ്വന്തം അമ്മച്ചീനെ പോലും അമ്മാവാന്ന് വിളിക്കുള്ളൂ. അമ്മാവാന്ന് വിളിച്ചാലാണ് എനിക്ക് എന്റെ ഫിഗറും ടോണും കറക്റ്റ് ആവുള്ളൂ. അമ്മാവാ, കറക്റ്റ് ഫിഗറും അതിന്റെ അപ്പുറം ടോണും. പ്രേമേന്ദ്ര, നീ ഒരു കാര്യം ഓർത്തോ, ഇനി നീ അമ്മുക്കുട്ടിയെ കെട്ടിയാലും നിങ്ങൾക്കുണ്ടാവുന്ന കൊച്ച് എന്റെ ചോരയിലുള്ളതായിരിക്കും. അനാവശ്യം പറഞ്ഞ പല്ലടിച്ച ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം എന്ന് മനസ്സിലായി. കഴിഞ്ഞ 3 മാസം മുമ്പ് ഈ പെങ്കൊച്ച് ബൈക്കിൽ നിന്ന് വീണായിരുന്നു. അപ്പൊ അവക്ക് 3 കുപ്പി ബ്ലഡ് കൊടുത്തത് എന്റെയാ. ഞാൻ ആ ചോരയുടെ കാര്യം പറഞ്ഞ. നീ ഏത് ചോരയുടെ കാര്യം ഉദ്ദേശിച്ചത്? ഞാൻ മറ്റേ ചോര കാര്യം പ്രേമേന്ദ്ര, നീയും അമ്മക്കുട്ടിയും സംസാരിച്ച മുഴുവൻ ഈ ടേപ്പ് റെക്കോർഡറിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എടാ ഇത് ഞാൻ ചേട്ടൻ ബാവനെ അനിയൻ ബാവനെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ ഈ വീടിന് പുറത്താ. അത് നീ ആദ്യം മനസ്സിലാക്കിയോ. സുന്ദര, അരുത്, അവിവേകം കാണിക്കരുത് പ്ലീസ്. ഞാൻ അവിവേകം കാണിക്കും. എനിക്ക് അവിവേകം കാണിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇന്ന് 3 നേരം അവിവേകം കാണിക്കും. അവിവേകം കാണിച്ചാൽ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ അവിവേകം കാണിച്ചിട്ട് സംഭവം എല്ലാം പൊളിഞ്ഞു. അനിയും ബാവനും ചേട്ടനും ബാവും ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, അമ്മാമേ, ചെറിയമ്മാമേ, ഇവിടെ മൊത്തം പ്രശ്നമാണ് അമ്മാമേ. ഹലോ. എന്നെ പിടിച്ച് ഞെക്കരുത്. ഞാൻ അനിയ. ഹലോ, ആദ്യം ചേട്ടായി സംസാരിക്കട്ടെ. ഞങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. ചേട്ടായി പറയും, ഞാൻ ശരിക്കും. ചേട്ടായി അത് തന്നെ. അനിയായി പറയും, ഞാൻ അനുസരിക്കും. ചേട്ടായി പറയും, ഞാൻ ശരിക്കും. ചേട്ടായി സംസാരിക്കട്ടെ ആദ്യം. ചേട്ടായിക്കാ ഫോൺ.
അതെ 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 ആ എല്ലാം അനിയൻ പറഞ്ഞ പോലെ അനിയായി പറയുന്ന പോലെ എല്ലാം കറക്റ്റ് ഞാൻ കൊടുക്കാം അവന്റെ കൊടുക്കാം അവൻ പറയും അല്ല ഈ അനിയമ്മാവൻ ചേട്ടമ്മാവൻ തമ്മിൽ ഭയങ്കര സ്വരൂപാണല്ലേ? സ്വരൂപായിട്ടല്ല ഇത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് മാനേജർ പൂര തെറി വിളിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ അല്ല സ്നേഹമല്ലേ? അത് സ്നേഹമായിട്ടല്ലേ നിന്നോട് ആരാ അവിടെ കയറാൻ പറഞ്ഞ ഇറങ്ങി പോടാ അമ്മാമേ നിന്നോടാണ് ഇങ്ങനെ പറയാൻ പറഞ്ഞത്. ഓഫിലടിക്കുന്ന ഇറങ്ങി പോടാ. പ്ലീസ് 16 വർഷം അമ്മാവാ. 18 വർഷം അമ്മാവന്മാരെ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു പരമരഹസ്യം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒന്നും പറയണ്ട ഇറങ്ങി പോടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഞാനിത് പറഞ്ഞിട്ടേ പോകൂ. അന്നോക്കെ പറയാ ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടട്ടെ. ചേട്ടായി ഞെട്ട് ആദ്യം അനിയായിട്ട് ഞാൻ എന്നിട്ട് ഞാൻ നെട്ടാം. അനിയായി ഞെട്ട് ആദ്യം ചേട്ടായി നെട്ട് അനിയായി ഞെട്ട് എന്നിട്ട് ഞാൻ നെട്ടാം. അനിയായി ഞെട്ട് ചേട്ടായി നെട്ട് അനിയായി ഞെട്ട് 16 വർഷം അനിയായി ഞെട്ട് 16 വർഷം അനിയായി ഞെട്ട് ചേട്ടായി നെട്ട് അനിയായി ഞെട്ട് ചേട്ടായി നെട്ട് അനിയായി ഞെട്ട് ചേട്ടായി നെട്ട് ചേട്ടായി ഞെട്ടണ്ട അനിയായി ഞെട്ടണ്ട ഞാനായി ഞെട്ടാം. അമ്മാവാ പറഞ്ഞോട്. ഈ നിൽക്കുന്ന പ്രേമചന്ദ്രനിൽ നിന്നും അമ്മക്കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ അമ്മക്കുട്ടിയോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കേൾപ്പിക്കേ. കേട്ടോ ഇനി ഏലക്കരയിൽ നീ ആർക്കെങ്കിലും പാവരിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി ആയിരിക്കണം. അയ്യോ അനാവശ്യം പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത്. തെറ്റിപ്പോയി. എന്നാൽ ഇത്രയും നല്ല നിങ്ങളെ പറയേണ്ട വല്ല കാര്യം ഉണ്ടാണ് അല്ലേ? എടാ നീ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. വലിയ അമ്മാവനോട് ചെറിയ അമ്മാവനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വെച്ച് കൊടുക്കടാ. കേട്ടോ തന്റെ തന്തയല്ല എന്റെ തന്ത. അയ്യോ അയ്യോ എന്നെ പറ്റിയടാ. എന്തോ ചെറിയ കംപ്ലൈന്റ്. നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചല്ലോ? 18 വർഷം 18 16 16 വർഷം 2 കൊല്ലം കുഴപ്പമില്ല. എടാ പ്രേമചന്ദ്ര, വലിയ അമ്മാവന് ചെറിയ അമ്മാവന് എന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന വില എന്താന്ന് നിനക്കറിയാമോ? കേട്ടോ നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ ഓട്ടക്കാരനാ ഇരിക്കട്ടെ. വീണ്ടും 16 വർഷം 16 വർഷം അത് നിങ്ങൾ ഓട്ടക്കാലെന്ന് വിളിച്ചല്ലോ. വലിയ അമ്മാവനും ചെറിയ അമ്മാവനും വിശ്വസിക്കണം. ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കാൻ പോണേന്ന് അറിയാമോ? കേട്ടോ പുത്തേ സത്തേ എന്ന് വിളിക്കും കാനത്തൊരാവ് ഇന്നാണ് മാരന്റെ കരളിൽ കുളിരി പകരണ നിക്കാഹിരാവ് ഇന്നാണ്. ചിരിച്ച് മണിയറയിൽ മാറൻ എത്തണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലണ കണ്ണ് പൊത്തണ ഹാലാണ് മുത്തേ സത്തേ എന്ന് വിളിക്കും കാനത്തൊരാവ് ഇന്നാണ് മാരന്റെ കരളിൽ കുളിര് പകരണ നിക്കാഹിരാവ് ഇന്നാണ്. ചിരിച്ച് മണിയറയിൽ മാറൻ എത്തണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലണ് കണ്ണ് പൊത്തണ ഹാലാണ്. എടാ ഞാൻ പറഞ്ഞ ഒന്നും ഇതിനകത്ത് റെക്കോർഡിംഗ് ആയിട്ടില്ലോ. ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിന്? 5500 രൂപയുടെ ടേപ്പ് റെക്കോർഡറാ കൊച്ചമ്മ ശരിയാക്കാൻ തന്നു വിട്ടതാ. എന്നിട്ട് അല്ല ഇതിനകത്ത് എന്നാണ് കംപ്ലൈന്റ്? ഇതിന്റെ റെക്കോർഡിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. റെക്കോർഡിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാത്ത സാധനമായിട്ടാണോടാ നീ റെക്കോർഡ് ചെയ്യാൻ വന്ന വൃത്തികെട്ടവനെ? പുത്തേ സത്തേ എന്ന് വിളിക്കും കാനത്തൊരാവ് ഇന്നാണ് മാരന്റെ കരളിൽ കുളിര് പകരണ നിക്കാഹിരാവ് ഇന്നാണ്. ചിരിച്ച് മണിയറയിൽ മാറൻ എത്തണ നേരത്ത് മുത്തം കവിളത്ത് വേണ്ടെന്ന് ചൊല്ലണ കണ്ണ് പൊത്തണ ഹാലാണ്. എന്റെ ദൈവമേ, ടേപ്പ് നശിച്ചു പോയാൽ ഈ പാട്ട് നശിക്കില്ലല്ലോ. പുത്തേ സത്തേ എന്ന് വിളിക്കും കാനത്തൊരാവ് ഇന്നാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാരും ത്രൂ ഔട്ട് ചിരിച്ചു. നിങ്ങളും വീട്ടിലിരുന്ന് ചിരിച്ചു എന്ന് പ്രതീക്ഷിക്കണം. എവിടെ നമ്മുടെ പ്രേംകുമാർ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. ഇതിനിടയിൽ 16 വർഷം എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ടീച്ചർ. ശരിയായി പോയാ? വളരെ തെറ്റായി. പുള്ളി ഫോട്ടോ വെച്ച് പള്ളി ഇനീഷെ ഇങ്ങനെ കാണിച്ചോണ്ട് പെൺകുട്ടികളുടെ അടുത്തേക്ക് ചെല്ലരുത് കേട്ടോ. 16 കൊല്ലം 16 കൊല്ലം അകത്ത് പോയി കിടക്കും. പുള്ളി കണക്കും പറയണ്ടായിരുന്നു. 16
എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായി. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ഒക്കെ പെർഫോം ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കാണുന്നത്. ഐ ലവ്ഡ് ഇറ്റ്. മലയാളം എന്ന് പറഞ്ഞു കൊടുക്കാം. I loved it അല്ലേ? എനിക്ക് സുധീനാണ് ഇഷ്ടപ്പെട്ടത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ക്യാരക്ടർ ചെയ്ത് ഇന്ദ്രൻ ചേട്ടന്റെ ഇപ്പോഴത്തെ ഒരു ലെവലാണ് നമ്മൾ ഓർക്കുന്നത്. അതാണ് ഇപ്പൊ ഇതിൽ കൊടക്കമ്പി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയെങ്കിൽ ഇപ്പോ നമ്മളെ മനസ്സിൽ അല്ലേ, അതും കൂടി സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ. എന്നിട്ടും അണ്ണ അങ്ങനെ ആയില്ലല്ലോ എന്നാണ് പുള്ളി സൂചിപ്പിക്കുന്നത്. ഒരിക്കലും അല്ല, സുധീൻ നാളെ അങ്ങനെ ആവും. എല്ലാവർക്കും ആ സമയമുണ്ട്. ശരിക്കും നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഓരോരുത്തരും നമ്മളെ ഓരോരുത്തരല്ല ഓരോരുത്തരും അല്ല, പ്രേംകുമാർ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. പ്രേംകുമാർ ഇങ്ങനെ തലവരിച്ചിട്ട് പറയുള്ളൂ എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഓരോരുത്തരും പ്രേംകുമാർ അല്ലാത്ത പിന്നോടിമാലി പറഞ്ഞൊരു ഓരോരുത്തരും ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈച്ച് ആൻഡ് എവരി വൺ അടിപൊളി അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയുക, ഒരു വേഷം കെട്ട് ഇവിടെ സമ്മതിക്കൂല എന്നുള്ളതാണ്. വേരിന്റെ ഇടയിൽ നിന്ന് വലിച്ചെടുക്കണ പോലെയാണ്. ഈ പിന്നു ഇവരൊക്കെ ഉള്ളതുകൊണ്ട്, സുധിയൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ഒക്കെ പറഞ്ഞ അപ്പൊ തന്നെ പണി കിട്ടൂല. അതാണ് അതല്ലേ വേണ്ട. അത് വേണം. അടിപൊളിയായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും എന്താ പറയാ, നമ്മൾക്ക് ആരാണ് സൂപ്പർ എന്ന് പറയാൻ പറ്റാണ്ട് അതിനേക്കാൾ സൂപ്പർ ആയിട്ട് നടുക്ക് വെക്കുന്ന ആളാ, അതിനേക്കാളും വേറെ ലെവലിൽ. അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും എല്ലാ നടന്മാരെയും ലാലേട്ടനിലേക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന അവന്റെ ഒരു കഴിവ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സീക്വൻസിന്റെ റീമേക്കുമായിട്ട് സൂപ്പർ പവറിൽ അല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്, അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ സമ്മാനിച്ചല്ലേ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഗെയിംസ് ഒക്കെ ഇങ്ങനെ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ വിന്നേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്തു അല്ലേ. ബട്ട് ഒരു കാര്യം നമ്മൾ ആരും മറക്കാൻ പാടില്ല, സ്റ്റാർട്ടിങ്ങിൽ ഇന്നത്തെ ഈ ഒരു ഈവെന്റിന്റെ ഓപ്പണിങ്ങിൽ തന്നെ വലിയൊരു സ്റ്റഡി നടത്തിക്കൊണ്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ടീമും, അതായത് വീണ്ടും അറിയില്ല, ഇത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്നിരുന്ന ആള് വീണ്ടും ആ സമയം എപ്പോഴേക്കും ടെൻഷനായി. നമ്മുടെ ടീമും ആക്ച്വലി റിനിയും തമ്മിൽ എന്താന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സത്യത്തിൽ അറിയില്ല. ടെൻഷൻ കയറിയിട്ടേ ടീമിന്റെ പോക്കറ്റിൽ കിടന്ന ഒരു 500 രൂപ കത്തി പോയിന്ന്. അടിപൊളി കോമഡി കളിയാ. നല്ല സംഭവം. നന്നായി പോയി. എല്ലാവരും കൈയടിച്ചു, ടീം മാത്രം കൈയടിക്കണില്ല. നമ്മുടെ ടീമും അതുപോലെ തന്നെ റിനിയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ യുവ ഒരു മെന്റലിസ്റ്റ് ആയതുകൊണ്ട് മൈൻഡ് റീഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ യുവ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൂടെ വേണം. ഉണ്ണിന്ന് വിളിക്കുക, അതാണ് സുഖം. യുവ എന്നൊക്കെ പറയുമ്പോ എന്തോ കളിച്ച പോലെ ഉണ്ണി, നമ്മുടെ ഉണ്ണി. മെന്റലിസ്റ്റ് എന്ന് പറയുമ്പോ മൃദുലയുടെ മുഖത്തൊരു വാട്ടം. മെന്റലി ലിസ്റ്റിലുള്ള ആളല്ല നമ്മുടെ അവർക്കൊരു ചെയർ കൊടുക്കാം. റിനി ചെയർ എന്ന പരിപാടിയുടെ അവസാനം റിനിയുടെ കുടിയൻ ഉണ്ടായിരിക്കുന്നതാണ്. മുടി സൈഡ് എടുത്താൽ മതിയെന്ന്. ഒരു കാല് ഇങ്ങനെ ചവിട്ടിയാൽ എത്തരുത്. എല്ലാവരും അപ്പം റെഡിയല്ലേ? റെഡിയാ. ചുമന്ന ലൈറ്റ് ഒരുപാട് നേരം ഇട്ടാൽ റിനി ബാർ ഡാൻസ് കളിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് കുറച്ച് നമുക്ക് ഈ ആംബിയൻസ് ഒന്ന് ചേഞ്ച് ആക്കാമേ. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി, കുറച്ച് ലൈറ്റിംഗ് എഫക്ട്സ് ഒക്കെ മാറ്റി കൊടുക്കാം. നമ്മളെപ്പോഴും സിറ്റുവേഷൻ എന്തോ പറയാണ്ട് താങ്കൾ ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഉറങ്ങൂല, ഞാൻ രാത്രി ഉറങ്ങുള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത് ഉറക്കുന്ന പരിപാടിയല്ല, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പം റിനി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ആവുക, പേടിക്കാനൊന്നുമില്ല. പ്രഷർ കയറി ഞരമ്പ് പൊട്ടി പോകുന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ രണ്ട് ഫ്രണ്ട്സും നമ്മളുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡ് കൂളാക്കുന്നു, അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതിന് വളരെ സത്യസന്ധമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്തരം തന്നെ പറയാൻ ശ്രമിക്കുക മാക്സിമം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളുടെ രണ്ട് കൈയും എൻ്റെ കയ്യിലേക്കൊന്ന് വെക്കണം. ഓക്കെ,
അപ്പം നമ്മളുടെ ആ ഒരു ചെറിയൊരു റിലാക്സേഷൻ പ്രോസസ്സ് നമുക്കിവിടെ കഴിഞ്ഞു. ടീമിന് കണ്ണ് തുറക്കാം. നല്ലൊരു റിലാക്സ്ഡ് ആയില്ലേ മൈൻഡ് രണ്ടുപേർക്കും? ഓക്കെ, ഫൈൻ. നമ്മളുടെ മൈൻഡിനകത്ത് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ണിൽ കൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളുടെ മൈൻഡ് റീഡിങ്ങിൽ പറയാറുള്ളത്. ഇവരുടെ ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നതിനോടൊപ്പം തന്നെ ബോയ്സ് എല്ലാവരും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ, പിന്നെ എൻ്റെ ഗേൾസ് ഉള്ളവർ എണീറ്റൊന്ന് റൈറ്റ് സൈഡിലേക്ക് വരാം. ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. ബിനീഷേട്ടൻ റിനിയുടെ കണ്ണിലേക്ക് മാത്രം നോക്കുക. അതേപോലെ സെയിം റിനി ബിനീഷേട്ടൻ്റെ കണ്ണിലേക്ക് മാത്രം, ടീമിൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കുക. വേറെ ഒന്നും മനസ്സിലുണ്ടാവാൻ പാടില്ല. മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എനിക്ക് ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മൃദുല മാറിയിരിക്കണം. ഓൾസോ ഞാൻ കൗണ്ട് ചെയ്യാം, ഒരു 10 seconds നിങ്ങൾ നോക്കുക. അല്ല, സെയിം പ്രൊസീജിയർ നിങ്ങളും ചെയ്യാം, കുഴപ്പമില്ല. സൂര്യനാരായണൻ ആരെയാ നോക്കണത്? ഞാൻ കളരിക്കാരിയെ. പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. സോ ഞാൻ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും മൈൻഡ് റിലാക്സ്ഡ് ആക്കി വെക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, and 1. All right. Yes. ഇതിപ്പം രണ്ടുപേരുടെയും എക്സ്പ്രഷൻ വളരെ ഫണ്ണി ആയിരുന്നു. റെനി ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് റെനിക്ക് ബിനീഷേട്ടൻ ടീം ചെയ്ത പണ്ടത്തെ കുറച്ച് കോമഡികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിൽ വന്നിട്ടുണ്ടാവും അറ്റ് ഫസ്റ്റ് തന്നെ. ആ ടീം വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് നോക്കിയത്. ഫോക്കസ് ഒക്കെ കറക്റ്റ് ആയിരുന്നില്ലേ? ഫോക്കസ് കറക്റ്റ് ആയിരുന്നു. എന്നാലും എന്റെ ഓർമ്മയിൽ വന്നത് വേറൊരു പെൺകുട്ടീനെയാണ്. എന്റെ വീട്ടിലെ കാര്യമാണ്. വീട്ടിൽ എന്താ കാര്യം? എന്താണ് പ്രശ്നം വീട്ടിലെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി മീൻകറി ഉണ്ടാവുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നത്. ഇതാണോ ടീമിന്റെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് ഒരു പെൺകുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ രാത്രി ഓർക്കുന്നത്? എനിക്ക് എന്റെ ഓർമ്മ എനിക്കല്ലേ പറയാൻ പറ്റുള്ളൂ, താങ്കൾക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മളുടെ ഓർമ്മേനെ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല, പിടിച്ചു നിർത്തണം. അപ്പൊ ടീമും വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നോക്കിയത്. പക്ഷെ മനസ്സിൽ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറി വരും. എങ്കിൽ കൂടിയും നല്ല രീതിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള വേവ് ലെങ്ത് കൺവേ ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫൈനൽ റെവല്യൂഷനിലേക്ക് പോവുകയാണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ റിനിയുടെ മനസ്സിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട്. റിനി അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഫ്ലോറിലുള്ള ഒരാളാവാം, അതല്ലെങ്കിൽ ഫ്ലോറിൻ്റെ പുറത്തുള്ള ഒരാളായിരിക്കാം. സെയിം ആസ് റിനി നമ്മളുടെ ടീമിൻ്റെ കേസിലും ഒരു പ്രണയമുണ്ട്. ആ പ്രണയം പുറത്തുനിന്നാവാം, അകത്തെ ആവാം. അതും പറഞ്ഞിട്ടില്ല, രണ്ടുപേരും കൺവേ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രണയം നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിനകത്തുണ്ട്. റിനി, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഓരോ ബോയ്സിൻ്റെയും പുറകിൽ ഞാൻ നിൽക്കുന്നുണ്ടാവും. അവർ ജസ്റ്റ് ഒന്ന് അവരുടെ ഐസിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ തിരിച്ചും. എന്നിട്ട് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാം. വൈൽഡ് ഗസ് ആണ് ഇത്. നമ്മൾ ഒരു കൺഫേം അല്ല ഇതൊരു സാധനം, ഇതിനൊരു പ്രൂഫില്ല. ഞാനിപ്പോൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും വിശ്വസിക്കണം എന്നില്ല. പക്ഷേ എൻ്റെ കുറച്ച് ഫൈൻഡിങ്സ് അനാലിസിസിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു കൺക്ലൂഷനാണ്. തുടങ്ങാം നമുക്ക്. സുധിച്ചേട്ടൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാം. സോ സുധിച്ചേട്ടൻ റെഡി? റീനി റെഡി? We're gonna start. 5, 4, 3, 2, 1. All right. Next, ഷിയാസിൻ്റെ അടുത്തേക്ക്. കൗണ്ട് ഡൗൺ gonna start now. 5, 4, 3, 2, 1. Go. Okay അല്ലേ? And next. ഓച്ചു അസീസ്ക. അസീസ്ക്ക് വേണമെന്നില്ല. അസീസ്ക്ക് അടിമാലിനെ ഞാൻ എലിമിനേറ്റ് ചെയ്യുവാണ്. ഒഴിവാക്കി. നമ്മള് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് നോക്കുന്നത്. റെഡി? 5,
5, 4, 3, 2, 1, go. Ready? ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ ഒരു നിഗമനം കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റീനിനെ കൊണ്ട് നോക്കിപ്പിച്ചത്. അല്ലാതെ വേറെ ഒന്നും ഇതിൻ്റെ പുറകിലൊന്നുമില്ല വേറെ. ഓക്കെ, എന്നാലും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കൺക്ലൂഷനിലേക്ക്. പക്ഷെ ഇതിവിടെ എൻ്റെ മനസ്സിലെ കാര്യമാണ് പറയണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് സമ്മതിക്കും. ഓക്കെ, ഓൾ റൈറ്റ്, ഫൈൻ. ഞാൻ ഇത്രയും നേരം എൻ്റെ ഒരു ഫൈൻഡിങ്സും ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റിസൾട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അത് കേട്ടിട്ട് നിങ്ങളാരും ഞെട്ടരുത്, നിങ്ങളാരും ചിരിക്കരുത്, നിങ്ങളാരും അത്ഭുതപ്പെടരുത്. എനിക്കതേ പറയാനുള്ളൂ. റിനി ഇപ്പോൾ ഇത്രയും പ്രൊസീജിയർ ചെയ്തു. ഇപ്പം ഇതിൽ നിന്ന് ഫൈനലി റിനിക്ക് ഒരു അട്രാക്ഷൻ, ഒരു അടുപ്പം തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ക്രഷ് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാൾ നമ്മളുടെ ഈ ഒരു ഫ്ലോറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് ആരാണ് എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോവുകയാണ്. റിനിയുടെ ആ ഒരു എക്സ്പ്രഷൻ തന്നെ നമുക്ക് എവിഡന്റ് ആണ്. കാരണം ഞാൻ ഈ പറഞ്ഞൊരു സംഭവം സത്യമാണ് എന്നുള്ളത്, അല്ലേ? വേം പറ, ഞങ്ങൾക്ക് ക്ഷമയില്ല. വേം പറ. None other than ഷിയാസ് കരീം. ശരിയാണ്. നിങ്ങളെല്ലാരും ഒരു ബിരിയാണി പ്രതീക്ഷിച്ചല്ലേ? ബിരിയാണി കിട്ടുമൊന്നുമില്ലട്ടാ. എല്ലാവർക്കും ഞാൻ ബിരിയാണി മേടിച്ചിട്ട് എന്റെ കാശ് കൊടുത്തിട്ടാ. ഇല്ല, അല്ല അങ്ങനെയല്ല നമ്മളുടെ. അയ്യോ, പക്ഷേ ചേട്ടാ എന്താ വെച്ചാല് റിനി, അത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അവിടെയും ഷിയാസ് ജയിച്ചു. റിനി, ബാംഗ്ലൂർ പോയാലും ബോംബെ പോയാലും ഒക്കെ ഷിയാസ് തന്നെ ജയിച്ചു. ഞാൻ ഈ പറഞ്ഞ റിസൾട്ടില് എത്രത്തോളം സത്യാവസ്ഥ? ആക്ച്വലി അത് സത്യാണ്. സൂര്യനാരായണനോട് ക്രഷ് തോന്നിയില്ലേ? ഷിയാസേ, സൂര്യനാരായണനോട് ഒരു ക്രഷ് തോന്നിയില്ല. ഷിയാസേ, എനിക്ക് നേരത്തെ നീ ചുപ്പയൊക്കെ ഇടിച്ച് കൊണ്ടുവന്നപ്പോ എനിക്ക് തോന്നി. ഷിയാസേ, സംഭവിച്ചത് എന്താണെന്നറിയോ? വേറെ പെമ്പിള്ളേരുടെ പുറകെ നടന്ന സമയത്ത് നീ അറിഞ്ഞിരുന്നില്ല നിന്നെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി നമ്മളുടെ ഫ്ലോറിൽ അങ്ങനെ തോന്നിയിരുന്നു. അപ്പൊ തൂണും ചാറിയുന്നവൻ പെണ്ണും കൊണ്ട് അല്ല, നിനക്കിത് കിട്ടണം. എന്തായിരുന്നു മച്ചാനും കളിയൊക്കെ? ഞാൻ അപ്പോഴേ ഇവിടെ പറയുന്നുണ്ട് വിനേട്ടനോട് എനിക്കൊരു ചെറിയ ക്ലിയർ ചെയ്യട്ടെ. അത് റിനി ശരിക്കും ക്ലിയർ ചെയ്തില്ല, ഇടയിൽ ഇന്റർഫിയർ ചെയ്തു കുറച്ച്. അവിടെ സെറ്റായിട്ടോ റിനി ഒന്ന്. എനിക്ക് വേറെ സംഭവം മനസ്സിലായത് ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് തന്നെ അറിയാമോ? എന്നെ ഒഴിവാക്കിയത് ഷിയാസിനെ ഞാൻ അങ്ങനെ കടത്തി വിട്ടിക്കലോ എന്ന് കരുതിയിട്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സൂര്യനാരായണനോട് ക്രഷ് ഒന്നും തോന്നിയിട്ടില്ലേ? വെറുതെ അല്ല, അവനിന്നേ 10 കൊല്ലം മുമ്പുള്ള കൊടുക്കെത്താത്ത കുപ്പായൊക്കെ ഇട്ട് വന്നത്. ഷിയാസ് അങ്ങനെ കംപ്ലീറ്റ്ലി റിനിനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഭയങ്കര കമ്പനിയാണ്, പക്ഷെ ആ കമ്പനിയിൽ നിന്ന് ഒരു ഇഷ്ടത്തിലേക്ക് റിനിക്ക് മൈൻഡ് മാറിയ സമയത്ത് ഷിയാസിന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ മുമ്പുള്ള ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. നമ്മളെ നോക്കുക, കെയർ ചെയ്യുക, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല മോനെ ഷിയാസ്, നീ പാനിക്കാവുന്നു. ടീം പോണ് വേറെ ഗ്രഹത്തിലോട്ട് നടന്നുകൊണ്ട് അവന് വേണ്ടി ഞാൻ കുറെ റെക്കമെൻഡ് ചെയ്ത. അങ്ങനെയല്ല,
അവൾക്കിപ്പം എന്നെ കല്യാണം കഴിക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്. എനിക്കൊരു ഇഷ്ടം തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെന്താ ഷിയാസേ? ഇതിപ്പോ എന്നോടായിരുന്നെങ്കിണ്ടല്ലോ ഞാൻ ബാക്കി പറഞ്ഞല്ലോ കേട്ടോ. ഒരാൾക്ക് എൻ്റെ അടുത്ത് ഒരു ക്രഷ് തോന്നി, അത്രേ ഉള്ളൂ, സിമ്പിൾ. നിനക്ക് അങ്ങോട്ട് ഒന്നും തോന്നിയിട്ടില്ല. വേറൊരു കാര്യം നിന്നെ കുറ്റം പറയുന്നില്ല. ഇങ്ങനെയൊന്നും പറയാൻ ഒരു പെണ്ണും. വേറൊരു കാര്യമുണ്ട്, ജില്ലകൾ തോറുമുള്ള പല ഹൃദയങ്ങളും ഈ സീൻ കണ്ട് ഞെട്ടും. അതാണ് അവന്റെ പ്രശ്നം. ഇനി ക്യാമറ ഓഫ് ചെയ്ത് നോക്കട്ടെ, അന്നേരം കാണാൻ കളി. നിന്റെ അടുത്ത് ഒരു കുട്ടിക്ക് ഒരു ക്രഷ് തോന്നി, അല്ലാതെ ഒരു ഇഷ്ടം. അതൊക്കെ മെസ്സേജ് അയച്ചാതില്ലത്. അതൊക്കെ നമ്മൾ ഡീൽ ചെയ്തൂല. എന്റെ പൊന്നുമോളെ നീ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയതാ. നീ അവിടെ ഇരുന്നേ. ടീമിന്റെ ഇവനെ വിളിക്കടാ. അവൻ എന്ത് ചതിയൊന്നുമില്ല. ഞാൻ ഈ കുളത്തിൽ കുറച്ച് കല്ലെറിഞ്ഞിട്ട് വരും. ഇവിടെ കുളം ഒന്ന് പോടാൻ. നിനക്ക് വേണ്ടി ഞാൻ എത്ര അവളുടെ പിന്നാലെ കൂട്ടിട്ട് പൊതുവെ ഒരുപാട് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ബിനീഷ്. അതെ, ആ പൊതുവെ ഈ ദൂത് പോകുന്നവരിങ്ങനെ കൊണ്ടുവന്ന ജീവിതത്തിൽ അനുഭവമുണ്ട്. ലൈഫിൽ അത് ബിനീഷിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തി കണ്ണിൽ നോക്കി സംസാരിച്ചാണ് പറ്റിപ്പോയതാണ്. പറയേണ്ടത് നേരത്തെ മൂത്ത് നോക്കി പറയണം. നീ ഉള്ളി കൊണ്ടുനടന്ന് അവന് പോസ്റ്റ് ചെയ്ത് കൊടുത്ത് അവൻ പോസ്റ്റ്മാനായി പോയി ദൂത ഹംസമായി പോയിട്ട് ഇപ്പൊ അവന് പെണ്ണ് കെട്ടിയ ഹംസയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു കേസ് കുഴപ്പമില്ല. ഒരു സംഭവം തോന്നി, ആർക്കായാലും തോന്നും, മനുഷ്യരാണ് നമ്മള്. നിന്റെ നമുക്ക് തിരിച്ചു തോന്നണമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല ഇവിടെ. കേരളത്തിലും ഗൾഫിലും ഒരുപാട് ബ്രാഞ്ചുള്ള ആളായി നിൽക്കുന്നത്. അങ്ങനെയുള്ള ബ്രാഞ്ചിനൊക്കെ കോട്ടം തട്ടും. അത് ഇവിടെ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ അതാണ്. പ്രോസസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. റിനിയുടെ ഒരു റെവലേഷൻ മാത്രം ഞാൻ സ്കിറ്റ് ചെയ്ത് അപ്പൊ അവൾ ഓടി വന്ന് കൃത്രിമ ശ്വാസം കൊടുക്കും. അത് അവന്റെ ഇതൊക്കെ നമ്മൾ കുറെ കളിച്ചിട്ടുള്ളതാ. എടാ ഷിയാസേ, നിന്നെ എനിക്കറിയാം, നീ പെൺപോകാരനല്ലേ. ഇതെല്ലായിടത്തും അതുണ്ട്. ദുബായിലും ഡൽഹിയിലൊക്കെ അതുപോലെ ബോധം കെട്ട് വീണിട്ടുണ്ട് പലരുടെ മുമ്പിൽ. അന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ശ്വാസം. സുധി ഒരു ദിവസം ബോധം കെട്ട് വീണ് ഒരു ചേച്ചി കൃത്രിമ ശ്വാസം കൊടുത്തപ്പോ ഇത്ര നിങ്ങളൊരു പുകലഞ്ഞിട്ട് കിട്ടിയെന്നുണ്ട്. ഷിയാസിക്കാന് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. അപ്പൊ ഷിയാസിക്ക എന്താ രക്ഷപ്പെടട്ടെ എന്നൊക്കെ പറയാം. ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇഷ്ടമുള്ള കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് നിന്നെ ഒരു ഇഷ്ടക്കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ നല്ല കൊച്ചയ്ക്കാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതാണ് സത്യം. ഞാൻ അങ്ങനെ നിന്റെ പറയില്ല എങ്ങനെ കണ്ടിട്ട്. ഞാൻ നിന്നെ അത്ര കമ്പനിയല്ലേ. നല്ല ക്യാരക്ടറുള്ള കുട്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ്. പെൺകുട്ടികളിൽ എന്നെ കുറച്ച് പെൺപിള്ളേരെ ഇവിടുന്ന് വിളിച്ചോളൂ. ഓണത്തിന് വിഷ് ചെയ്ത കുട്ടിയും കൂടിയാണ്. ശരി, അത് ഞാൻ അങ്ങനെ കാണാത്ത കുട്ടിയും കൂടിയാണ്. എന്നെ ഇഷ്ടമാണ് ഇപ്പൊ കല്യാണം കഴിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. എന്റെ അടുത്ത് ഒരു ക്രഷ് തോന്നിയിട്ടുണ്ട് എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച് മോളെ, താങ്ക് യു. ഫൈനൽ ക്ലൈമാക്സ് ഇത് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ബിനീഷ് ബ്രോയുടെ അടുത്ത് എന്തിനു വെറുതെ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യം? എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നാണ് ഉദ്ദേശിച്ചത്. ഇല്ല ടീമിന്റെ മനസ്സിനകത്തും ഒരു പ്രണയം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷെ ആ കുട്ടിയുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഇഷ്ടമാണ് എന്നുള്ളത്. പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. എന്താണ് പറയാൻ പറ്റാത്തതിന്റെ സിറ്റുവേഷൻ? അങ്ങനെയാണ് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും എന്നുള്ളൊരു പേടിയുണ്ട്. പറയാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മളെക്കാട്ടും ഹൈ സ്റ്റാറ്റസിലുള്ള ഒരു കുട്ടി, അതുകൊണ്ട് നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പറയുന്നതിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതിൻ്റെ ഒരു പേടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ? നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ. ഏത് ഇൻഫീരിയോറിറ്റി? ഇനി നമ്മളുടെ ഒരു ഫൈനൽ റെവലേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റിനിക്ക് ചെയ്ത സെയിം പ്രോസസ്സ് ഞാൻ ടീമിനും കൂടെ ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? 5
4, 3, 2, and 1. Alright. ഞാൻ സ്വിച്ച് ചെയ്യാണ്. 5, 4, 3, 2, 1. 5, 4, 3, 2, 1. 5, 4, 3, 2, 1. And I shoot. 5, 4, 3, 2, 1. Alright. ടീമിനെ അനലൈസ് ചെയ്ത സമയത്ത് ഇപ്പം പുള്ളിക്കാരൻ വളരെ ബോൾഡായിട്ട് ഇപ്പോൾ പെൺകുട്ടികളുടെ മുഖത്തൊക്കെ നോക്കാൻ പഠിച്ചു അല്ലേ. പിന്നെ ഓരോരുത്തരുടെയും ടീം നോക്കിയ സമയത്തും ഞാൻ ഒരാളുടെ അടുത്ത് എത്തിയ സമയത്ത്, ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് ചെറിയ ഒരു വേരിയേഷൻ ടീമിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഞാൻ ശ്രദ്ധിച്ചു. ബാക്കി എല്ലാവരെയും നോക്കിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരാളുടെ അടുത്ത് എത്തിയ സമയത്ത് ടീമിൻ്റെ ബോഡി ലാംഗ്വേജിൽ ചെറിയ കുറച്ച് ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പേരെനിക്ക് പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളുടെ ഫ്ലോറിന് എന്തെങ്കിലും പ്രശ്നമാവും, ചാനലിന് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ ആകാംക്ഷഭരിതരായിട്ടിരിക്കണം, അറിയണം, ഞങ്ങൾക്ക് അറിയണം. ഞാൻ ഇത് റിവീൽ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ കൂടെ ആയിരിക്കും ഞാൻ റിവീൽ ചെയ്യുന്നത്. വെള്ളം വേണോ? സത്യം പൊളിയുന്നതിന്റെ പേടി. ഒരു കുപ്പി വെള്ളം. നമ്മൾ ആ ഒരു ഫൈനൽ റെവലേഷനിലേക്ക് പോവാണ്. ടീമിന് ആ ഒരു അട്രാക്ഷൻ, ആ ഒരു ഇഷ്ടം തോന്നിയ ആളുടെ പേര് അല്ലെങ്കിൽ ഇമേജ്, അത് ഞാനിവിടെ നമ്മളുടെ ഈ 12K വിസ്താരയുടെ LED വാളിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. സോ എല്ലാവരും റെഡി അല്ലേ? റെഡി സാർ. 5, 4, 3, 2. കണ്ണിമ്മ ചിമ്മാതെ നമ്മുടെ LED വാളിലേക്ക് നോക്കുക. ഓക്കെ, റെഡി? And the final count. 1. I wish you happy birthday, happy birthday, happy birthday to you. Happy birthday, happy birthday, happy birthday to you. I wish you happy birthday, happy birthday, happy birthday to you. Lakshmi, are you okay? അതെന്താ ഇനിവടിമാനിനെ പോലെ ഒരു വലിയ കലാകാരന്റെ കൂടെ ആർക്കാണെങ്കിലും സംഭവിക്കും, കുട്ടിക്ക് മാത്രമല്ല അത്. ഓക്കെ, ഓൾറൈറ്റ്. ഞാനൊരു മെയിൻ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഇത്രയും നേരം നടത്തിയ പ്ലേ ഒരു കുട്ടി പ്രാങ്ക് ആയിരുന്നു. ഇതിനകത്തൊന്നും വലിയ സത്യാവസ്ഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷിയാസ് കാരണം പെൺകുട്ടികളുടെ പുറകെ ഞാൻ ടിക്കറ്റ് കൊടുത്ത് കാശ് കൊടുത്ത് കേറി പരിപാടി. റിയാസ് അവള് തമാശ പറഞ്ഞാന്ന് പറഞ്ഞപ്പോ വീണ്ടും വീണു. കാലോട് ഞാൻ എനിക്കൊരു സോ നമുക്ക് ലക്ഷ്മിയുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. സോ ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. Happy birthday. Happy birthday, happy birthday, happy birthday to you. I wish you happy birthday, happy birthday, happy birthday to you. തീപ്പട്ടി കൂടെ കളിച്ചോ വീഡിയോയിൽ.
പറഞ്ഞു പോയിരിക്കാൻ. ആനന്ദ കണ്ണീർ 3 കൊല്ലമായിട്ട് അമ്മ ഈ ഫ്ലോറിൽ അല്ല ഇവിടെ വന്നിട്ട്, പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഫ്ലോറിൽ കയറുന്നത്. അതെ. അമ്മയ്ക്ക് പറയാനുള്ള എന്തെങ്കിലും പറയാം, വേണേ ഒരു പാട്ടും പാടാം. അയ്യോ, എവിടെ എന്റെ കൂടെ വന്നാലും അമ്മ ക്യാമറയുടെ മുന്നിൽ വരാറില്ല കേട്ടോ. ലക്ഷ്മി, ഇന്ന് നമ്മള് ആഘോഷിക്കുക, സന്തോഷിക്കുക, ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. താങ്ക് യു സ്റ്റാർ മാജിക്. ലക്ഷ്മിയുടെ കർച്ചിൽ മാറ്റാൻ വേണ്ടി 2 ലൈൻ പാട്ട്. 2 ലൈൻ പാട്ട്. കൊച്ചിന്റെ തലക്കിട്ട് തേങ്ങ 2 ലൈൻ പാട്ട്. ഞാനിങ്ങനെ സ്റ്റേജിലൊന്നും അങ്ങനെ കയറാൻ എപ്പോഴും ബിഹൈൻഡ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത്ര നിർബന്ധിച്ചുകൊണ്ട് കയറിയതാണ്, പക്ഷെ ഭയങ്കര സന്തോഷമായി. ഒരുപാട് സന്തോഷമായി. മോൾക്കൊരു ബർത്ത്ഡേ വിഷസ് കൂടെ പറഞ്ഞിട്ട്. ഹാപ്പി ബർത്ത്ഡേ ചിന്നു. അവളെ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. സൂപ്പർ. ബെല്ലൈക്കൺ അമർത്തണം. ഇനി നമ്മളുടെ സെലിബ്രേഷൻസ് ഇവിടെ തീർന്നിട്ടില്ല. ലക്ഷ്മിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ വരുന്നുണ്ട്. പാട്ട് വേണ്ടേ അപ്പയെന്ന്. ഇതാണ് ലക്ഷ്മിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ്. താങ്ക് യു. ലക്ഷ്മി, ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പറയാനുള്ളത്? മനസ്സിൽ എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ചാടുവോ? ഒന്നും ചാടില്ല. ജീവനുള്ള ഒന്നുമില്ല ഇതിനകത്ത്, പേടിക്കണ്ട. എന്താ എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ട്, പറയാൻ പറ്റണില്ല. എന്നാലും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് മനസ്സിൽ വെച്ച് നോക്കിയേ. താങ്ക് യു സോ മച്ച്. ലക്ഷ്മി, അപ്പൊ ഓപ്പൺ ചെയ്യല്ലേ? റെഡി, കമാൺ. ലക്ഷ്മിക്ക് ഉള്ളൊരു വൻ സർപ്രൈസ് ആണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇതിലൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഏതോ കാർഗോയിൽ ജോലി ചെയ്തോ പറഞ്ഞതാ. ഇനി നാളെ പൊട്ടിക്കാം. ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി. ഇല്ല, തീരാറായി. യെസ്, ആൻഡ് ഫൈനലി നമ്മളുടെ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ലക്ഷ്മി നമ്മളുടെ സ്റ്റാർ മാജിക് പ്രേക്ഷകർക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ പോവുകയാണ്. ലക്ഷ്മി, യെസ്, നല്ലൊരു കൈയടി നമ്മളുടെ ലക്ഷ്മിക്ക് ഉള്ള സർപ്രൈസ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഇത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ടീമിൻ്റെ ആ ഒരു മനസ്സിലത് ആരായിരിക്കും അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സർപ്രൈസ് ആൻഡ് ഇങ്ങനൊരു ഗിഫ്റ്റും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷം. സ്റ്റാർ മാജിക്കിൻ്റെ എൻ്റെ ടീം മെമ്പേഴ്സ് ഇങ്ങനൊരു സർപ്രൈസ് ഒരുക്കിയാൽ പിന്നെ അനൂപേട്ടൻ എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്താ സന്തോഷിക്കാൻ പറഞ്ഞിട്ട് എന്റെ പാട്ടുണ്ട്. നന്നായിട്ട് സന്തോഷിക്കാൻ വരട്ടെ എന്റെ പാട്ടുണ്ട്. അപ്പൊ അവന്റെ പാട്ടിനെ കുറിച്ച് അവൻ നല്ല ബോധ്യമുണ്ട്. ഒരുപാട് സ്നേഹം, സന്തോഷം നിങ്ങളുടെ ചിഹ്നമായിട്ട് ഇനിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് ഈ ഒരു സ്നേഹത്തിന്. താങ്ക് യു. ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഈ സ്വീറ്റ് ഹാർട്ടിന് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ലവ് യു. യഥാർത്ഥത്തിൽ ഇതിലൊക്കെ ഭാഗ്യമാണ്. കാരണം ഈ ഒരു ദിവസം ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് ഇത് ആഘോഷിക്കാൻ പറ്റില്ല ഒരിക്കലും, അല്ലേ? അപ്പൊ അത് ഒരു നിമിത്തമാണ് നമ്മൾ വരിക എന്നുള്ളത്. ഇവിടെ വരുമ്പോ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ആയുസിന്റെ ഓരോ ദിവസം പോവുകയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരാഴ്ച കൂടുതൽ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഈ രാത്രി എനിക്ക് ഒരാഴ്ച കൂടി നീട്ടിക്കിട്ടും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഒരുപാട് വർഷം സന്തോഷമായിട്ട് ആൾക്കാരെ സന്തോഷിപ്പിച്ചിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. അയ്യോ, ടീമിന് ഇതിന്റെ ഇടയിൽ വേദനിക്കുന്ന ഒരു ഹൃദയം ഉണ്ട് കേട്ടോ. പലതും തകർന്നു പോയ ഒരു ദിവസമാണ്. 1.5 കിലോ ചാളായി തീരുന്ന പ്രശ്നം.
1.5 കിലോ നെയ്ച്ചാളെ അങ്ങ് മേടിച്ച കുറച്ച് പ്രശ്നം. അല്ല പാട്ടുപാടിയാലും തീരും. അല്ല പക്ഷെ വേറെ കാര്യം റിനി പറഞ്ഞ കറക്റ്റ് ആയിരുന്നു ഷിയാസിന്റെ. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ലക്ഷ്മി ചേച്ചിക്ക് ഇതിലേക്ക് ഒരു കോൺസെൻട്രേഷൻ പോകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അല്ലാണ്ട് ഷിയാസൊക്കെ എനിക്കൊരു ഇക്കാനെ പോലെ മാത്രമാണ്. അതുപോലെ എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും എനിക്ക് ചേട്ടന്മാരെ പോലെ തന്നെയാ. ഷിയാസിനെ വേണ്ട നിനക്ക്? ഷിയാസിനെ പോലും വേണ്ടത്. അടിക്കടാ കൈ. I am waiting. എന്ന് വെച്ചാൽ നിനക്ക് വേണ്ടി അവൻ ഇനിയും വെയിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞു എന്റെ പാട്ടും മൂടിക്കളായിരുന്നു. Happy, 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 happy birthday. Happy, 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 happy birthday. തൃശ്ശൂർക്കാരി പെണ്ണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് പ്രോഗ്രാമിലെ പുലിയാണു നീ. എല്ലാവർക്കും ഇഷ്ടമാണ് നിന്നെ കാണുമ്പോൾ. എന്നുമെന്ന് ലക്ഷ്മി മാജിക്കായി ലക്ഷ്മി. ഉയിരാണ് ലക്ഷ്മി, ഉണർവാണ് ലക്ഷ്മി. തൃശ്ശൂർക്കാരി പെണ്ണ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പെണ്ണെ. തൃശ്ശൂർക്കാരി പെണ്ണ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ പെണ്ണെ. പാട് നിന്റെ ഹാപ്പി 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 ബർത്ത്ഡേ. ഹാപ്പി 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 ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ലക്ഷ്മി ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ലക്ഷ്മി ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ലക്ഷ്മി ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി. ലക്ഷ്മി കുറുക്കഞ്ചേരി പെണ്ണ്. കുറുക്കഞ്ചേരി പെണ്ണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് പ്രോഗ്രാമിലെ പുലിയാണു നീ. എല്ലാവർക്കും ഇഷ്ടമാണ് നിന്നെ കാണുമ്പോ. എന്നുമെന്ന് ലക്ഷ്മി മാജിക്കായി ലക്ഷ്മി. ഉയിരാണ് ലക്ഷ്മി, ഉണർവാണ് ലക്ഷ്മി. കുറുക്കഞ്ചേരി പെണ്ണ്. ഇമ്പോസിഷൻ. അപ്പൊ പറഞ്ഞ കറക്റ്റ് എന്താ ശരിയായി പോയാ. ഈ പാട്ട് പാടിയപ്പോ ഞാൻ ഈ ടീമിന്റെ കയ്യിലേക്ക് നോക്കിയപ്പോ കുളിര് കോരി നിൽക്കുന്ന ഞാൻ കണ്ടു. കുളിര് കോരിക്കൊണ്ടാണ് ബർത്ത്ഡേ ദിവസം ലക്ഷ്മിയുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് കുളിര് കോരാൻ പറ്റിയാൽ വളരെ ഞാൻ ശരിക്കും ഉയരാണ് ലക്ഷ്മി എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ആത്മാർത്ഥമായിട്ടുണ്ട്. ഉയരാണ് ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴാണ് രോമ എഴുന്നേറ്റ് എന്നോട് എന്നടാന്ന് ഈ രോമം. താങ്ക് യു ട്ടോ, താങ്ക് യു ടീമേ. കുറെ ഇഷ്ടായിട്ടോ. ഇനി ലക്ഷ്മി എല്ലാ പാട്ടിനും സപ്പോർട്ട് ചെയ്യും. ഇനി ഇവിടുത്തെ പ്രശ്നം ഇതൊന്നുമല്ല, ഷിയാസിന്റെ ചമ്മൽ ഇതുവരെ മാറിയിട്ടില്ല. അതെ, അത് റിനി പുറകെ നടക്കുന്ന വിചാരം. ഈ ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഇത് ഫൈനലി നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഈവൻ നമ്മളുടെ ഷിയാസിനും നമ്മളുടെ ടീമിനും പോലും അറിയില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, കറങ്ങിത്തിരുന്നെല്ലാം ഇവരുടെ തലയിലൊക്കെ വരും വീഴും എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ കണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അല്ല, എന്നാലും ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എടാ, അത് തമാശയായിരുന്നെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കിയത്. എന്തിനാണ് ഞങ്ങൾ ഒഴിവാക്കിയത്? ആയതുകൊണ്ടല്ലേ ഒഴിവാക്കിയത്. സീരിയസ് ആയിരുന്നെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തേ. അപ്പോ എല്ലാരോടും താങ്ക് യു സോ മച്ച്. ഈ സ്റ്റാർ മാജിക് ടീം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അങ്ങനെയൊന്നും പറയല്ലേ, എന്നെ അങ്ങനെയല്ല, ഓരോരുത്തരെ പ്രാങ്ക് ചെയ്യാനുള്ള ആ റൂട്ട് പോണ കാണുമ്പോ ഞാൻ അവിടെ നിന്ന് ഇത് പ്രാങ്കാന്ന് ഞാൻ മനസ്സിൽ പറയാറുണ്ട്. പക്ഷെ ഇത് സത്യമായിട്ടും ഇങ്ങനെ എന്നിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് വരുന്നോ ഇതൊരു പ്രാങ്ക് ആണെന്നോ ഒരു തരി ക്ലൂ പോലും നിങ്ങളുടെ അഭിനയത്തിൽ നിന്ന് മനസ്സിലായില്ല. അല്ല, വേറൊരു കേസുണ്ട്, യുവക്ക് പോലും അറിയില്ലായിരുന്നു ഇത് പ്രാങ്കായിരുന്നു. ആ പുള്ളി വെച്ച് തകർക്കും. വൈഫിന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു അവസരം പുള്ളി നിന്ന് അങ്ങ് കീറുക. എല്ലാരും കൂടെ ഒരുമിച്ച് ഫൈനലി നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയാൻ പോവാണ്. 3, 2, 1 ഹാപ്പി ബർത്ത്ഡേ. ശരി, അപ്പൊ ഇതിലും സൂപ്പർ പവറിന്റെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞു. ചമ്മിപ്പോയി. പക്ഷെ ആ ചമ്മലൊക്കെ മാറ്റാനായിട്ട് ഇനി മറ്റേ ആ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവാ. എന്താണ് ആ മുഹൂർത്തം? ചാട്ടെടുക്കുന്ന മുഹൂർത്തം. യെസ്, അതായത് സൂപ്പർ പവറിലെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് കഴിയുമ്പോൾ ഓൾ ടോട്ടൽ എല്ലാ ഗെയിംസും വെച്ച് നോക്കുമ്പോൾ ജയിച്ചിട്ടുള്ള ടീം എന്ന് പറഞ്ഞ അസീസ്കയുടെ ടീമാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു അസീസ്ക ആൻഡ് ടീം. തോറ്റിട്ടുള്ളത്
ചേട്ടന്റെ ടീം. കുഴപ്പമില്ല, നോ പ്രോബ്ലം. നമ്മള് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നിരുന്നു അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ജയിച്ചിട്ടുള്ള ടീം വരിക, ചാട്ടിയെടുക്ക, അടി തുടങ്ങ. കഫത്തിന്റെ സൗണ്ടാ? കഫുണ്ടോ? സൂര്യനാരായണൻ അടിക്കാൻ പോകുന്നടാ. ചാട്ടേടി സൂര്യനാരായണ കൂടാവൻ അവൻ എത്ര പെഗ്ഗെന്ന് ചോദിച്ചു. എന്നിട്ട് വേണടാ അല്ല നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മൾ പറയാലോ. സൂര്യനാരായണ വർമ്മയുടെ അടി മേടിക്കാൻ താല്പര്യമുള്ളവര് ആർക്കും താല്പര്യമില്ല. ആരും വരൂല. അണ്ണൻ വെറുതെ അവിടെ നിൽക്കാനും ആരുമില്ലേ? ഞാൻ പോണേ. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ഞാൻ പറയടാ. പിന്നെ അല്ലാതെ നമ്മുടെ സൂര്യനാരായണ വർമ്മയുടെ പശുപതി അടിക്കാൻ പോകുന്നു. അല്ലാതെ ശുപ്പാണ്ടി അനു അടിക്കുന്നു. അനു അടിക്കണോ? ആ ശുപ്പാണ്ടി അനുവിന് വേണമെന്ന് വാങ്ങടെ. പിന്നെ നോക്കിക്കണ എന്തിനാ? പിന്നെ അടിക്കുമ്പോ ഭയങ്കര ചിരിയാടാ. സന്തോഷം എന്താ? ശുപ്പാണ്ടി, പശുപതി, എത്ര പേരാ വിളിക്കണ? അടിച്ചു. അത്രേ ഉള്ളോ? സൂര്യനാരായണൻ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ ചാട്ട. നീ വീണ്ടും വരുവാണോ? ഇനി ഇഷ്ടമുള്ള ഒരാൾക്ക് വരാം സൂര്യനാരായണ വർമ്മയുടെ. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആരും വരില്ല. ഞാൻ ആരെങ്കിലും മേടിച്ചൊക്കെ അടിച്ചോ. കാര്യം ചെയ് റനീഷവ അമോൺ ബൈബേ. മുതിർന്ന ആൾക്കാരോട് കുറച്ച് ബഹുമാനക്കുറവുണ്ടെന്ന് തോന്നുന്നു. മുതിർന്നതാ മൂത്തതാ? 3 go. അവിടെയും 11. മഹർഷിമാര് പോലും ഇത്ര കൃത്യമായിട്ട് കുറി വരയ്ക്കില്ലോടാ. അത് കറക്റ്റ് വരച്ചു. നെയ്പ്പുള്ള വന്നു. വിളിച്ചോ, ആരാന്ന് വെച്ചോ. ചാട്ടെടുത്ത് മേലോട്ട് നോക്കിയപ്പോ ഞാൻ പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ സാറില്ല, എന്നാലും പാട്ട് മുടങ്ങരുതല്ലോ. അവളുടെ തളിരധരങ്ങൾക്കുമായാത്ത അരുണിമയുണ്ടായിരുന്നു, ഒട്ടേറെ പറയുവാൻ ദാഹമുണ്ടായിരുന്നു. വെള്ളം കുടിക്കടാ. മഷിയെഴുതാത്തൊര കരിമിടിപ്പൂക്കളിൽ കനവുകളേറെ ഉണ്ടായിരുന്നു, പ്രണയത്തിൻ മധുരിമയേറെ ഉണ്ടായിരുന്നു. ഒരു നീളാതീരത്ത് ഒരുങ്ങി വന്നെത്തുന്ന ശരത്കാല ശശിലേഖ പോലെ മനസ്സിൻ്റെ ഉമ്മറ വാതിൽക്കലെന്തിന് ഒരു വട്ടം കൂടി നീ വിരുന്നു വന്നു. എൻ്റെ പ്രിയ സഖി എനിക്കായി ഒരുങ്ങി വന്നു, ഒരു നീളാതീരത്ത് ഒരുങ്ങി വന്നെത്തുന്ന. വന്ന് അവൻ ഫ്ലോറിൽ വെള്ളം അടിച്ച് ഓഫ് ആവാൻ വരത്തുള്ളൂ. ബന്ധുക്കളായിട്ടുള്ള ആളുകളുടെ ഗസലൊന്നും ആസ്വദിക്കാനുള്ള ആസ്വാദന ശക്തി അദ്ദേഹം ഇതുവരെ ആവാഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാടി നീ എന്നെ ഫ്ലോറിന്റെ പുറത്ത്. എന്നാലും നീ ഞങ്ങളുടെ ഹെഡ് നേഴ്സിനെ അടിക്കാൻ പോവാണല്ലോ. അല്ല ഷാബി പറഞ്ഞില്ലേ ഞാൻ ചാർട്ട് അമേരിക്കയിലെ ഹെഡ് നേഴ്സിനെ അടിക്കാൻ പോവാണ്. അടിമാലി ഷാബി പറഞ്ഞില്ലേ ഞാൻ ചാർട്ട് എടുത്ത് പൊക്കിയപ്പോൾ എനിക്ക് പ്രതീക്ഷയുള്ള ആരും ഇല്ലായിരുന്നു. ആദ്യം റിനീഷയെ മാത്രമേ അടിച്ചിട്ടുള്ളൂ, ബാക്കി 3. ഇതല്ല, ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം പ്രതീക്ഷയുള്ള ആളുകൾ അവർക്ക് നേരത്തെ പരിപാടി ഉള്ളതുകൊണ്ടായിട്ടും പോയി കളഞ്ഞു. കാരണം അതിന്റെ സഹായത്തോടു കൂടി പാടിയാലാണ് എന്റെ പാട്ടിനൊക്കെ ഒരു അരപ്പാട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. നിന്നെ ഇവിടെ എടുത്ത് കളയേണ്ടത്. ഓക്കെ, 1 2 3 go. നമ്മളെ നിന്റെ പാട്ടിനെ പാടി. നിങ്ങളുടെ കളരിക്കാരി വന്നു. എന്നെയോ അടിച്ച് പലത് മാറി പുറകോട്ട് നിന്ന് അവന്റെ മൂടി അടിച്ചിട്ടൊരെണ്ണം കൊടുക്കും. എന്നെയൊക്കെ വിളിച്ചാ ഞാൻ വരില്ലേ? അടികൊള്ളാൻ പോവുകയാണ്. മുഖത്ത് നോക്കി ഇഷ്ടമാണ് പറഞ്ഞാൽ അത് നിരസ്കരിക്കുന്നവനാണ്. അപ്പൊ അപ്പൊ ഒരെണ്ണം കൊടുക്കണ്ടേ? പറഞ്ഞ് നിസ്കരിക്കും. എന്താ പറഞ്ഞ? നിസ്കരിക്കും. ഞാൻ നിസ്കരിക്കും. പണ്ട് യാദോ ചാട്ടാടി കിട്ടിയാണ് അവിടെ കീറിയത്. പാന്റ് കീറി. ഓൾ കേരള കാമുകി അസോസിയേഷന് വേണ്ടി പ്രതിനിധി അഭി പൊളിക്കാൻ പോവുകയാണ്. 1 2 3 go. എല്ലാത്തിനിട്ട് കൊള്ളാം, അടിപൊളി.
എന്റെ കിഡ്നി മേളിൽ പോയി. മുട്ടിന്റെ താഴെ കിഡ്നിയുള്ള ഒരേ ഒരു ഒരു മെഡിക്കൽ കോമഡി എക്സിബിഷന് വെക്കാം. കടലിലെ ഓളവും കരയിലെ മോഹവും നിന്റെ തലക്കാണ് ഓളവും കരയിലെ മോഹവും അടങ്ങുകില്ലോ മനെ അടങ്ങുകില്ല മാനസമൈനെ മൈനേന്ന് തന്നെ പാടി മധുരം നുള്ളി തരൂ ഒരു നുള്ള അവന് കൊടുത്തേ. ഉള്ളിയല്ല തങ്കമ്മ, നീ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ചങ്ക് പൊട്ടി മരിച്ചു. 1 2 3 ഗോ. പണ്ടൊരു മുക്കുവൻ മുക്കിനു പോയി പടിനാറക്കാറ്റത്തു മുങ്ങിപ്പോയി. ഈ അടി അടിച്ച് അവനെ കടലമ്മ കൊണ്ടുപോയി. എടുത്തോണ്ട് പോകും. ആരേലും വന്ന് എടുത്തോണ്ട് പോകും. സുന്ദരിയേവാ പെണ്ണിലെ എന്റെ ടീമിലെ ആരാധന നീ അടിക്കണെന്നുള്ള ഓർക്കണം. സംസാരമല്ല ഉള്ളി അടി. സംസാരമല്ല, എനിക്ക് സംസാരിക്കാൻ അറിയാലോ, എല്ലാവർക്കും അറിയാലോ. നീ അടി കിട്ടിയിട്ട് പറന്നങ്ങ് പൊക്കും. ഫീലിംഗ് റെഡി? വിളിച്ചോടാ. അടുത്തതായി ഉണ്ണിക്കുട്ടനും മുട്ടത്തോടും തമ്മിലുള്ള ഭയാനകമായ അടിയാണ്. ഇവളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? വരുമ്പോഴല്ല ഇവളെ പറഞ്ഞുകൂടാ എന്നെ അടിക്കാൻ. എനിക്ക് മാത്രമേ ഉള്ളൂ. അതൊരു ഭാഗ്യല്ലേ? ഞാൻ എപ്പോഴൊക്കെ ഈ ഫ്ലോറിൽ കെട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവളുടെ അടി മേടിക്കല എന്റെ പണി. ഇതാണോ പ്രൗഡ് മൊമെന്റ്? ഭാര്യയും ഭർത്താവ് എന്ന് പറയുമ്പോ നിങ്ങൾ ഒന്നല്ലേ? പുറമേ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങണേക്കാളും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്യണം. ഇത് സേവിങ് ആണോ? ഇവള് നല്ല അടി അടിക്കുന്നുണ്ട്. ഇവള് നല്ലത് കൊടുത്തോട്ടെ. എന്താ പറഞ്ഞ കെട്ട് കഴിഞ്ഞ് എന്ന് പോയിരുന്നാലും അപ്പൊ നീ എത്ര കെട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല. ഒരു കെട്ട്. പക്ഷെ നീ എപ്പോ വന്നാലും അടിമാലിയുടെ ടീമിലാണ്. അതല്ലേ അടി കൊള്ളണത്. ഞങ്ങളെ വിട്ടോണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ ഇതുപോലെ തന്നെ അടി മേടിക്കോ നീ? വീട്ടില് ഇല്ല, നമ്മളങ്ങനെ തമ്മിൽ അങ്ങനെ ഇല്ലല്ലോ. എന്നാ കൂട് വീട്ടിൽ ചുടുകട്ട പബ്ലിക്കായിട്ട് കാണാ ഭാര്യ തല്ലി. കുഴപ്പമില്ല ഏട്ടാ, ഞാൻ റൂമിലെത്തിട്ട് തടയി തരാം. തൽക്കാലം മേടിച്ചോ. ഷർട്ട് തന്നാ ഞാനാ. അതൊന്നും ഷർട്ട് അവന്റെ എന്നാ പാന്റി കൊടു. 1 2 3 ചാടരുത്. ഭർത്താവെന്നുള്ളൊരു പരിഗണനെങ്കിലും. പരിഗണന ഓടി എടാ പരിഗണന തന്നോണ്ടാ നീ ഇപ്പൊ നടക്കാൻ പറ്റിയ. ഇല്ലെങ്കിൽ നീ നടുവേ കിടന്നേനെ. വേറൊരു കാര്യത്തോടെ പറയട്ടെ, ഇത്രയും നന്നായിട്ട് ആദ്യമായിട്ടാണ് മൃദുല അടിക്കുന്നത്. കൊറേ കരുതി വെച്ച് കൂട്ടി വെച്ച് കൊടുത്ത കാണുമ്പോ കട്ട് പറഞ്ഞ ഒരു സിം കാർഡൊക്കെ ഊരി. അല്ല അടിമാലി ഇരിക്കാൻ കസേര അപ്പൊ പറഞ്ഞു പറഞ്ഞല്ലേ. മൂത്താൾക്കാരെ ബഹുമാനിക്കണമെന്നല്ലേ? എന്നാ നീ അറിഞ്ഞില്ല. ഏതായാലും ഇന്നത്തെ സൂപ്പർ പവർ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരു ഹൈ വോൾട്ടേജ് ഇവന്റ് ആയിരുന്നു അല്ലേ ഇന്നത്തെ? നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കണം. വീണ്ടും ഈവന്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ കാത്തിരിക്കുക. So now we are saying bye from E-Master Presents Let's Go Coaching App Super Power. Saying ta-ta, bye-bye, good night.